വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. 1-2 വാക്യങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ച് വായിച്ചു കേൾക്കാം. 1 John chapter 2 and verse 6 first. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകും. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകും. 4-ാം വാക്യം ഇത് കഠിനമായ വാക്യമാണ്. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളൻ ആകും, സത്യം അവനിൽ ഇല്ല. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 29-ാമത്തെ വാക്യം. എഫീഷ്യൻസ് 4:29. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. പ്രാർത്ഥന. വചനത്തിലൂടെ എപ്പോഴും ഞങ്ങളുടെ സമീപത്തേക്കും ഉള്ളിലേക്കും പ്രവേശിക്കുന്ന വചനമായ ദൈവമേ, നിൻ്റെ വചനത്തിൻ്റെ മാധുര്യം നുകരുവാൻ ഞങ്ങളുടെ ബോധത്തിൻ്റെ കണ്ണുകളെ കൂടുതൽ പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ വചനത്തിൻ്റെ കേൾവിക്കാർ മാത്രമല്ല, വചനത്തിൻ്റെ പ്രയോക്താക്കളായി അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ ജീവിച്ച് സാക്ഷ്യം വഹിക്കുന്നതിനും സഹായിക്കണമേ. ബലഹീനനായ അടിയൻ്റെ വായിലെ വാക്കുകളും നിൻ്റെ മക്കളാകുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ ചിന്തകളും നിരൂപണങ്ങളും അങ്ങയ്ക്ക് സ്വീകാര്യവും പ്രസാദകരവുമായിരിക്കുകയും ചെയ്യണമേ. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ഫീലിക്സ് തിരുമേനി, ഭദ്രാസന സെക്രട്ടറി അച്ഛൻ, ജനറൽ കൺവീനർ അച്ഛൻ, കൺവെൻഷൻ്റെ മാർത്തോമാ സഭയുടെ സുവിശേഷത്തിൻ്റെ താക്കോൽക്കാരനായ സുവിശേഷ സംഘം ജനറൽ സെക്രട്ടറി, ബാക്കി താക്കോലുകൾ സൂക്ഷിക്കുന്ന അതിൻ്റെ ചുമതലക്കാർ എല്ലാവരും ഉൾപ്പെടെ ഇവിടെ സംബന്ധിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാർ, ഗായക സംഘത്തിൻ്റെ അംഗങ്ങൾ, പന്തലിന് ഉള്ളിലിരിക്കുന്നവർ, വെളിയിൽ നിൽക്കുന്നവർ, നടക്കുന്നവർ, വഴിയെ പോകുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ ഈ ശനിയാഴ്ച സായംസന്ധി കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിൻ്റെ അഭിവാദനങ്ങൾ അറിയിക്കുന്നു. ആദ്യമായി ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുള്ളത്, ഇന്ന് പ്രസംഗം ഇല്ല എന്നുള്ള ഒരു വാർത്ത. ഇവിടെ സെക്രട്ടറി അച്ഛൻ, തിരുമേനിയുടെ സെക്രട്ടറി അച്ഛൻ വന്നപ്പോൾ പറഞ്ഞു, രാവിലെ തൊട്ട് പ്രോഗ്രാമാണ്. സൺഡേ സ്കൂള്, യുവജന സഖ്യം, പല പല പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വചനം കേട്ട് നിങ്ങൾ സാധാരണഗതിയിൽ സാച്ചുറേറ്റഡ് അല്ല, സൂപ്പർ സാച്ചുറേഷനായിട്ട് ഇരിക്കുന്നതാണ്. അതിൻ്റെ പുറത്ത് ഇനി വചനം ആവശ്യമില്ലെന്ന് മാത്രമല്ല, അതിനേക്കാൾ അപ്പുറം പറയാനായിട്ട് ഒന്നും എൻ്റെ കയ്യിലില്ല. ഇന്നതുകൊണ്ട് നമുക്ക് ഒരു തുറന്ന സംസാരം, നിങ്ങൾ ഇച്ചിരി അകലെയാണെങ്കിലും നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊച്ചു കൊച്ചു ചോദ്യങ്ങൾ ചോദിക്കാം. എല്ലാത്തിനും ഉത്തരം പറയണമെന്നില്ല, എന്നാൽ ഇങ്ങനെ എന്നെ ഒന്ന് നോക്കിയിരുന്ന് എന്നെ ഒന്ന് സഹായിക്കുകയും രക്ഷിക്കുകയും ചെയ്താൽ മതി. എന്തിനാണ് കൺവെൻഷൻ? എല്ലാ വർഷവും നടത്തുന്ന നമ്മുടെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു റെപ്പറ്റീഷൻ മാത്രമേ ഉള്ളൂ? അതോ ഈ കൺവെൻഷനിലൂടെ നമ്മൾ കൃത്യമായി എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത് നാം എല്ലാവരും നമ്മളോട് ചോദിക്കേണ്ടതാണ്. പൊതുവിൽ
നമ്മുടെ കൺവെൻഷനുകളായാലും സഭയുടെ കാര്യങ്ങളായാലും മോസ്റ്റ് ഓഫ് ദം ആർ റിച്വൽ റെപ്പറ്റീഷൻസ്. അത് ആവർത്തനങ്ങളാണ് എന്നായിട്ട് കാണുന്നത്. അതായത് ആവർത്തനമല്ല, നമുക്ക് പരിവർത്തനം ഉണ്ടാകുന്നതിന് നമുക്ക് ബോധപൂർവമായ ഒരു പരിശ്രമം ആവശ്യമാണ്. അതുകൊണ്ട് ഒരു കൺവെൻഷൻ്റെ സമാപന സന്ധ്യാ മീറ്റിംഗ് ആണല്ലോ. കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ പ്രാമുഖമായി 1-2 കാര്യങ്ങൾ നമുക്കന്ന് നോക്കുകയാണ്. ഏറ്റവും ലളിതമായ ഒന്നാമത്തെ കാര്യം, വചനത്തിൻ്റെ പ്രഘോഷണമാണ് ഈ വചന കൂടാരത്തിൽ നടക്കുന്നത്. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഓണേഴ്സ് മാനുവലാണ് ബൈബിൾ, വേദപുസ്തകം. പ്രധാനമായി 2 രീതിയിലാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. 2 പുസ്തകങ്ങളുടെ ഓഥറാണ്, എഴുത്തുകാരനാണ് ദൈവം. ഒന്ന് ദ സീക്രട്ട് സ്ക്രിപ്ചർ ആൻഡ് ദ സെക്കൻഡ് ഈസ് ദ നേച്ചർ. ഈ വിശുദ്ധ വേദപുസ്തകത്തിലൂടെയാണ് ദൈവം നമ്മളോട് എപ്പോഴും സംസാരിക്കുന്നത്. ദൈവത്തിന് പറയാനുള്ളതെല്ലാം നമ്മളോട് പറയുന്നതിന് ദൈവം എഴുതി എന്ന് നമ്മൾ വിശ്വസിക്കുന്നതാണ്. പ്രവാചകന്മാരും സുവിശേഷകരും ആണ് എഴുതിയത് എന്ന് നമ്മൾ വായിക്കുമ്പോഴും ദി ഓഥർ ഓഫ് ദ ബൈബിൾ ഈസ് ഗോഡ്, ദൈവമാണ് വേദപുസ്തകത്തിൻ്റെ രചയിതാവ്. അതിലൂടെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. രണ്ടാമത് ദൈവത്തിൻ്റെ നമ്മളോട് സംസാരിക്കുന്നത് ത്രൂ ദ നേച്ചർ. ഈ പ്രകൃതിയിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. യേശു പറഞ്ഞു, ലുക്ക് അറ്റ് ദി നേച്ചർ. നിങ്ങൾ ഈ ചുറ്റുപാടുകളും ഈ സസ്യങ്ങളെയും മൃഗജാലങ്ങളെയും ഈ പക്ഷിമൃഗാദികളെയും ഒക്കെ നോക്കുക, ആൻഡ് ലേൺ ഫ്രം ദം. അതുകൊണ്ട് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ഒരു പ്രകൃതി ബോധം നമുക്കുണ്ടാകേണ്ടതാണ്. പ്രകൃതിയിൽ നിന്ന് അന്യപ്പെട്ട് നമുക്ക് ജീവിക്കാനൊക്കെ. ഞാൻ ഈ ഇടയ്ക്ക് സ്ത്രീജനങ്ങളുടെ സേവ്യാ സംഘത്തിൽ പറഞ്ഞു, ഒരു കരിയാപ്പെങ്കിലും നടാത്ത ഒറ്റ സ്ത്രീയും ദൈവരാജ്യത്തിൽ പോവുകയില്ല. കാരണം ഈ മണ്ണിനെ തൊടാതെ നമുക്ക് വിണ്ണിലെത്താവുന്ന ആരും ധരിക്കരുത്. അതുകൊണ്ട് ഈ പ്രകൃതിയെ സംരക്ഷിക്കുക, ഈ പ്രകൃതിയെ കാണുക, ഈ പ്രകൃതിയിലുള്ള ദൈവത്തിൻ്റെ അത്ഭുതകരമായ സൃഷ്ടി വൈഭവത്തെ കാണാനും ആസ്വദിക്കാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടത് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് വചനത്തിൻ്റെ ഒരു വായന. എന്നാൽ വചനം വായിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾ. അല്പമെങ്കിലും കുറച്ച് വായിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് പെടുന്നതാണ്. അതിലൊരാളാണ് ഞാൻ. നിങ്ങളെല്ലാം ഒത്തിരി പ്രാവശ്യം വായിച്ചു. വചനം വായിച്ചാൽ നമ്മൾ രക്ഷിക്കപ്പെടുമോ? ഇല്ലേ? ഇല്ല. വചനം വായിക്കുന്നതല്ല പ്രധാനമായിട്ടുള്ളത്. വചനം നമ്മളെ വായിക്കുവാൻ വചനത്തെ അനുവദിക്കണം. പെർമിറ്റ് ദ ബൈബിൾ ടു റീഡ് അസ്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ സ്ത്രീ ജനങ്ങളോട് എന്നെ ഒന്ന് നോക്കിയിട്ട്, നിങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ 3 ദിവസത്തെ സന്ധ്യ, 3 ദിവസമായിട്ട് ഇവിടെ ആയിരിക്കും, അതുകൊണ്ട് ഇനി ആ പേര് പറയണ്ട, കഴിഞ്ഞ ആഴ്ച 3 ദിവസം നിങ്ങൾ വേദപുസ്തകം വായിച്ചിട്ട് 5 മിനിറ്റ് വേദപുസ്തകം വായിക്കുമെന്ന് വിചാരിക്കുക. കേൾക്കാമോ പറയുന്നത്? അനക്കമില്ലല്ലോ. ഉറച്ച് സംസാരിക്കും. 3 മിനിറ്റ് വായിച്ചു. നിങ്ങൾ 3 മിനിറ്റ് ആ വചനത്തിന് മുമ്പിലിരുന്ന്, ദൈവമേ ഈ വചനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങൾ കേൾക്കാൻ ഞങ്ങളുടെ കാതുകൾ തുറന്ന് കാത്തിരിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു സ്ത്രീക്ക് കൈപൊക്കാം. ഒരെണ്ണമില്ല. നിങ്ങളുടെ സ്ഥിതി ഇതാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഗതി എന്തായിരിക്കും? അതുകൊണ്ട് അങ്ങോട്ട് നോക്കത്തില്ല. അവിടെ പക്ഷേ എനിക്കൊരു നിരീക്ഷണമുണ്ട്. ഒരു 3 വർഷമായി ഞാൻ നിരന്തരമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന, പൂർണ്ണമായി ശരിയല്ലായിരിക്കും, ഒരു നിരീക്ഷണമാണ്. മാർത്തോമാ സഭയിൽ വേദപുസ്തകം വായിക്കുന്ന പുരുഷന്മാരുടെ നമ്പർ ക്രമാതീതമായി കുറയുന്നു. ഞാൻ ഈ ആദ്യ കുർബാനയ്ക്കൊക്കെ വരുന്ന കുട്ടികളോട് പെട്ടെന്ന് അബ്രപ്റ്റായിട്ട് വീട്ടിൽ ആരാ കൂടുതൽ വേദപുസ്തകം വായിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് ഈ കുതന്ത്രങ്ങൾ അറിയാത്തതുകൊണ്ട്, ഈ പിള്ളവായിൽ കള്ളമില്ല എന്നുള്ളത് കൊണ്ട് അവർ സത്യം പറയും. ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ സത്യമായും ചോദിച്ചാൽ നിങ്ങൾ വിഷമിക്കാതിരിക്കുക, ചെയ്യണ്ട. ഇന്ന് രാവിലെ വേദപുസ്തകം 10 മിനിറ്റ് വായിച്ച പുരുഷന്മാരുണ്ടോ എന്ന് ചോദിച്ചാൽ കൈപൊക്കുന്നവരുടെ എണ്ണം കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? നിങ്ങൾ ഉത്തരം പറയേണ്ട. സ്ത്രീകൾ
കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? കുറവാണ്. നിങ്ങളുടെ കൂടെ താമസിക്കുന്ന സ്ത്രീകളാണ് പറഞ്ഞത്. അതുകൊണ്ട് വചനം വായിക്കാത്ത വായ വിശുദ്ധമല്ല, അതൊരിക്കലും അനുഗ്രഹിക്കാൻ പര്യാപ്തമല്ല. ഇവിടെ ഇരിക്കുന്ന സ്ത്രീജനങ്ങൾ, നിങ്ങളുടെ പുരുഷന്മാർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവരെ കൊണ്ട് വചനം വായിച്ച് അവരുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണം. നിന്റെ വചനം നിമിത്തം ഞങ്ങളിപ്പോൾ ശുദ്ധീകരിക്കും. Word purifies. So permit the Bible to permeate into our being. നമ്മുടെ വചനം നമ്മുടെ ഈ ശരീരത്തിലൂടെ ഒഴുകാൻ, ഓരോ സിരകളിലൂടെ ഒഴുകാൻ അനുവദിക്കുകയും അങ്ങനെ ഒഴുകുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ സിരകൾക്ക് ഒരു വിശുദ്ധി ഉണ്ടാകുകയും ചെയ്തേ മതിയാകുകയുള്ളൂ. അപ്പം ഇത് വളരെ വളരെ പ്രധാനമായിട്ട് നമ്മൾ എടുക്കണം. വേദപുസ്തകത്തെ ഗൗരവമായിട്ട് എടുക്കുന്നവർക്ക് മാത്രമേ ദൈവത്തെ ഒരു പരിധി വരെയെങ്കിലും നമുക്ക് ഈ ലോകത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് ഓരോ കുടുംബ പ്രാർത്ഥനയുടെ വചനവായന സമയവും ഒരു സ്പിരിച്വൽ ഡയാലിസിസാണ്, ഒരു ആത്മീയമായ ശുദ്ധീകരണ. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ രക്തം മലീമസമാകുമ്പോൾ, പൊള്യൂട്ടഡ് ആകുമ്പോൾ അത് വീണ്ടും ശുദ്ധീകരിച്ചെങ്കിലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അതിനുള്ള ഒരു വൈദ്യശാസ്ത്രത്തിൻ്റെ ക്രമമാണ് നമ്മുടെ ഡയാലിസിസ്. ഇവിടെ ഇരിക്കുന്നവരിൽ തന്നെ ആരെങ്കിലും ഒരാളോ രണ്ടു പേരോ ഡയാലിസിസ് ചെയ്യുന്നവർ കണ്ടേക്കാം. സോ വി നീഡ് പ്യൂരിഫിക്കേഷൻ. അതുകൊണ്ട് വചനം വായിച്ചാൽ പോരാ, പിന്നെ എന്നാ വേണമെന്നാണ് ഇപ്പോൾ പറഞ്ഞത്? നിങ്ങൾ ഉറച്ച് സംസാരിക്കണം, പ്രസംഗമില്ലല്ലോ. അതുകൊണ്ട് വചനം നിങ്ങളെ വായിക്കാൻ അനുവദിക്കണം. വചനം നമ്മളെ വായിക്കാൻ അനുവദിച്ചാൽ മഹാത്ഭുതങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സഭാജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഉണ്ടാകുക തന്നെ ചെയ്യും. രണ്ടാമതായിട്ട്, നമ്മൾ ഈ ഒരു കൺവെൻഷനിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് സാധിക്കേണ്ടുന്ന കാര്യം, പെർമിറ്റ് ഗോഡ് ടു എഡിറ്റ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തെ ദൈവം എഡിറ്റ് ചെയ്യുവാനായിട്ട് അനുവദിക്കണം. നമ്മളെല്ലാവരും നമ്മളുടെ ജീവിതത്തെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നവരാണ്. അവനവൻ എഴുതുന്ന പുസ്തകം അവനവൻ എഡിറ്റ് ചെയ്താൽ ഒരു തെറ്റും കാണുകയില്ല. ഞാൻ ഒരു പുസ്തകം ഒന്ന് വായിച്ച് എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സഭയുടെ സാഹിത്യകാരനായ പ്രൊഫസർ തോമസ് മാത്യു സാറിൻ്റെ കയ്യിൽ കൊടുത്തു. സാറ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിരുന്ന ആളാണ്. വളരെ സ്വാധീനമായിട്ടുള്ള മനുഷ്യനാണ്, നിങ്ങളിൽ പലരും അറിയാം. അപ്പോൾ വളരെ സൗമ്യനായ അദ്ദേഹം ഇതൊക്കെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ സാറിനെ കണ്ടു. സാറേ, അപ്പോൾ സാറിന് സുസിദ്ധമായ ഒരു പുഞ്ചിരിയുണ്ട്, അത് ഇച്ചിരി സമയമെടുക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ നമ്മൾ കൊടുത്ത മെറ്റീരിയൽ, ആ ബുക്ക് സാറിന് എഡിറ്റ് ചെയ്യാനാണെങ്കിൽ പുതിയ പുസ്തകം എഴുതേണ്ടി വരും. സർവത്ര അക്ഷരത്തെറ്റും ആശയക്കുറവും മനസ്സിലായി. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും എനിക്ക് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, പെർമിറ്റ് ഗോഡ് ടു എഡിറ്റ് യുവർ ലൈഫ്. ദൈവം നമ്മളെ എഡിറ്റ് ചെയ്യാനായിട്ട് അനുവദിക്കണം. നമ്മൾ ഒരു സഭയിലൊക്കെ സോഷ്യൽ ഓഡിറ്റിംഗ് ഉണ്ട്. ഇടവകയ്ക്കുള്ളിൽ ഓഡിറ്റുണ്ട്, അത് എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് ഉണ്ട്. അതല്ലാതെ ചില സ്ഥാപനങ്ങൾക്ക് അതിൻ്റെ ഒരു സാമ്പത്തിക ക്രമം എങ്ങനെയാണ് പോകുന്നത്, അതിൻ്റെ വിവിധ കാര്യങ്ങൾ, ഒരു സോഷ്യൽ ഓഡിറ്റ്. വി നീഡ് എ സ്പിരിച്വൽ ഓഡിറ്റിംഗ്. അപ്പോൾ ഇതിന് വളരെ വളരെ പ്രധാനം എഡിറ്റ്, നമ്മളുടെ ജീവിതത്തെ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ആരെ കൊണ്ടാണ് എഡിറ്റ് ചെയ്യിക്കുന്നത്? ഇപ്പോൾ പുസ്തകമാണെങ്കിൽ സാഹിത്യകാരന്മാരുടെ അല്ലെങ്കിൽ ഭാഷാ പണ്ഡിതന്മാരുടെ കയ്യിൽ കൊടുക്കാം, അവരത് ചെയ്യും. നമ്മളെ എഡിറ്റ് ചെയ്യേണ്ടത് നമ്മുടെ അയൽവക്കക്കാരാണ്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരാണ്, നമ്മുടെ കൂടെ മോർണിംഗ് വാക്കിന് നടക്കുന്നവരാണ്, നമ്മുടെ പള്ളിയിൽ നമ്മുടെ കൂടെ ഇരിക്കുന്നവരെ കൊണ്ട് നമ്മൾ എഡിറ്റ് ചെയ്യണം. നമ്മളെക്കുറിച്ച് പറയുന്നത് കൂടുതലും പുളുവാണ്, അത് ശരിയല്ല. അത് നമ്മൾ അസത്യം പറയുന്നു എന്നതിനർത്ഥമില്ല. നമ്മൾ അങ്ങനെയാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. ഇതുകൊണ്ടാണ് യേശു ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു കാണും, പക്ഷേ ഒരു പ്രാവശ്യം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, വാട്ട് ഡു പീപ്പിൾ സേ അബൌട്ട് മീ, അബൌട്ട് ആസ്. നമ്മളെക്കുറിച്ച് ഈ സമൂഹം എന്താണ് പറയുന്നത്? സമൂഹം നമ്മളെക്കുറിച്ച് പറയുന്നതാണ് സത്യം. അയൽവക്കക്കാരൻ നമ്മൾക്ക് മാർഗിടുന്ന മാർഗ്ഗമാണ് ശരിയായ മാർഗം.
നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവൻ നമ്മുടെ നിരീക്ഷിക്കുന്നതാണ് ശരിയായിട്ടുള്ള നിരീക്ഷണം. ആ ഭാഗത്തിരിക്കുന്ന സ്ത്രീകളോട് നമ്മൾ സത്യസന്ധമായും അയൽവക്കക്കാരോട് ഞങ്ങളെക്കുറിച്ചുള്ള ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ, ഒരു പള്ളിയിൽ പോകുന്നയാളെന്നുള്ള നിലയിൽ, ഒരു വിശുദ്ധ കുർബാനയുടെ അംഗങ്ങൾ എന്നുള്ള നിലയിൽ ഞങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങളൊരു നോൺ ക്രിസ്ത്യൻ ആണല്ലോ എന്ന് ചോദിച്ചിട്ടുള്ള ആ ഭാഗത്തിരിക്കുന്ന ഒരു സ്ത്രീ കൈവക്കും. നിങ്ങൾ എന്നോട് പിണങ്ങാതിരിക്കുക, ചുമ്മാ ഇതൊരു ഫലിതമായിട്ടൊക്കെ എടുത്താൽ മതി. പിന്നെ എന്താ നിങ്ങൾ ഈ അയൽവക്കക്കാരോട് ഇത്രമാത്രം ചോദിച്ചിട്ടുള്ളത്? അയൽവക്കക്കാരോട് ഒത്തിരി സമയം നുണ പറഞ്ഞിട്ടുണ്ടാകാം. തിരുമേനി ഇവിടെ ഓർമ്മിപ്പിച്ചു, എല്ലാ നുണയും അവസാനിക്കും. ഈ നുണയിൽ ഒരിക്കലും നമുക്കൊരു തുണ കിട്ടാൻ പോകുന്നില്ല ആത്യന്തികമായിട്ട്. അപ്പോൾ ഇത് വളരെ ഗൗരവമായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒരു ചെറിയ നിരീക്ഷണത്തിന് ആക്കുക എന്നുള്ളതാണ് ലളിതമായ ഇന്നത്തെ നമ്മുടെ ദൗത്യം. അതിന് സഹായകരമായി ഇവിടെ വായിച്ച ആദ്യത്തെ ഭാഗമാണ്, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. വാക്ക് ആസ് ജീസസ് ഡിഡ് ഓർ ജീസസ് വാക്ക്ഡ്. യേശു നടന്നതുപോലെ നടക്കേണ്ടതാണ്. ഓശാന ബൈബിളിൽ കുറച്ചുകൂടി ലളിതവൽക്കരിച്ച് ആണ് പറയുന്നത്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നു. അവനിൽ വസിക്കുന്നു, അവനിൽ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു, ദൈവത്തിൽ യേശുവിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ സഞ്ചരിച്ച അതേ വഴിയിൽ നടക്കാൻ കടപ്പെട്ടവരാണ്. വി ഹാവ് നോ അതർ വേ ബട്ട് ദ വേ ഓഫ് ക്രൈസ്റ്റ്. നമുക്ക് വേറെ ഒരു വഴിയില്ല. ക്രൈസ്തവൻ ഒറ്റ ഒരു വഴിയേ ഉള്ളൂ, അത് യേശു നടന്ന വഴിയാണ്. ആൻഡ് ജീസസ് സെഡ്, ഐ ആം ദി വേ, ഞാനാണ് വഴി. യേശുവാകുന്ന വഴിയിലൂടെ നടന്ന് മാത്രമേ യേശുവിൽ നമുക്ക് എത്താനായിട്ട് നോക്കൂ. അതുകൊണ്ട് നമ്മളുടെ നടപ്പ്, നമ്മുടെ പ്രാർത്ഥനകളിലൊന്ന് ഒരു വാക്കുണ്ട്, ഞങ്ങളുടെ നടപ്പും ഞങ്ങളുടെ കിടപ്പും. സോ അവർ വാക്ക്, നമ്മുടെ സഞ്ചാരം, നമ്മുടെ നടത്ത വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, ക്രിസ്തീയ ജീവിതം അടിസ്ഥാനപരമായി ക്രിസ്താനുകരണമാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുക. ആ ഒരൊറ്റ ഉത്തരവാദിത്വമാണ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ അങ്ങനെ നടക്കുമ്പോഴാണ് ഈ യേശുവിൻ്റെ ഹിതം ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരമമായ ദൗത്യം. എന്ന് മാത്രമല്ല, ക്രിസ്തു ഇന്ന് ലോകത്തിൽ നമ്മുടെ കൂടെ ഇല്ല. ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിൽക്കുവാൻ ആക്കിയിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഇത് നമ്മൾ ഒരുക്കുക. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഹിതം ലോകത്തെ അറിയിക്കുക, ക്രിസ്തുവിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സായി അവന് പകരക്കാരനായി ഈ ലോകത്തിൽ ജീവിക്കുക. ആ ഒന്നാമതിരിക്കുന്ന സ്നേഹിതനോട് എനിക്ക് പറയാനായിട്ടുള്ളത്, യേശു ക്രിസ്തുവിൻ്റെ പകരക്കാരനാണ്. എപ്പോഴും ഓർത്തോണം, ടിൽ ദി എൻഡ് ഓഫ് യുവർ ലാസ്റ്റ് ബ്രത്ത് റിയലൈസ് ദീസ്, ഐ ആം റീപ്രസെൻറ്റിങ് ക്രൈസ്റ്റ് ഹിയർ. ഓരോ ദിവസവും നമ്മൾ ചോദിക്കണം. ഒരു ബിഷപ്പ് എന്നുള്ള നിലയിൽ ഞാൻ എന്നോട് നിരന്തരമായി, നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ 4 ഇരട്ടി ചോദിക്കണം, ആം ഐ റിയലി പ്രസൻറ്റിങ് ക്രൈസ്റ്റ്? യേശുവിൻ്റെ പകരക്കാരനാണോ ഞാൻ? അതുകൊണ്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമുക്ക് ആർക്കും സംശയമില്ല, എങ്കിലും നമ്മൾ പലപ്പോഴും സാധിക്കാതെ പോകുന്ന ഒരു ദുഃഖം നമുക്ക് ഉണ്ടാകണം. ആ ദുഃഖമാണ് രക്ഷയുടെ ഒരു ആദ്യത്തെ പടിയെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ യേശുവിൻ്റെ പകരക്കാരനാണ്. നമ്മൾ ഒരുപാട് ആളുകളെ, പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ, പ്രായമുള്ളവർ, നിങ്ങളുടെ മക്കളുമൊക്കെ ഒരുപാട് ആളുകളെ ഇങ്ങനെ മോഡൽസായിട്ട് കാണും. ആൻഡ് ഹൂ ഈസ് അവർ മോഡൽ ടുഡേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കങ്ങനെ ഒരുപാട് മോഡൽസ് ഇല്ല. നമുക്ക് മോഡൽ ക്രിസ്തു മാത്രമേ ഉള്ളൂ. വി ഹാവ് ഓൺലി വൺ മോഡൽ ആൻഡ് ദാറ്റ് ഈസ് ക്രൈസ്റ്റ്. വി ഹാവ് ഓൺലി വൺ പാറ്റേൺ, ബിക്കോസ് ഹി ഈസ് അവർ പവർ ആൻഡ് ഹി ഈസ് അവർ പ്രൈസ്. അവനാണ് നമ്മുടെ ശക്തി. ഇത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. വേർ ഡസ് അവർ എനർജി കം ഫ്രം? നമ്മുടെ ഊർജം എവിടെ നിന്നാണ് വരുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം. ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന ശബ്ദം ആംപ്ലിഫൈ ചെയ്ത്
ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കേൾക്കത്തക്കവണ്ണം ഈ ശബ്ദം ആംപ്ലിഫൈ ചെയ്യപ്പെടുന്നു. എന്നാൽ ഇത് നമ്മൾ ഇങ്ങനെ പുറകിലോട്ട് നിരീക്ഷിച്ച് അങ്ങനെ യാത്ര ചെയ്ത് പോയാൽ ഒന്നിൽ എവിടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് കാണും, അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ കാണും, അല്ലെങ്കിൽ ഒരു ജനറേറ്റർ കാണും. അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇവിടെ ഈ ശബ്ദം ഇങ്ങനെ ആംപ്ലിഫൈ ചെയ്യാനായിട്ട്. ശരിയോ തെറ്റോ? ഇവിടെ ഇരിക്കുന്ന എന്നെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ്. ശരിയോ തെറ്റോ? അനക്കമില്ലല്ലോ. ശരി, സംസാരിക്കണം. യു ആർ പെർമിറ്റഡ് ടു സ്പീക്ക്. സംസാരിക്കാൻ നമുക്ക് അല്ലെങ്കിൽ ഭക്തി കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പവർ ഇവിടുന്ന് വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ ഫ്രണ്ടിൽ ആ നാലാമതിരിക്കുന്ന സാറ്, വേർ ഡസ് യുവർ എനർജി കം? എൻ്റെ ഊർജം യേശുവിൽ നിന്നാണോ വരുന്നത്? സോ ദ ക്വസ്റ്റ്യൻ ഈസ്, വേർ ഡസ് വി കണക്ട്? If we are truly connected to Christ, the energy will be always Christic energy. And the Christic energy is always a saving energy. It is a redeeming energy. അത് എപ്പോഴും രക്ഷിക്കുന്ന ഊർജ്ജമാണ്. അതെപ്പോഴും മറ്റുള്ളവരെ കൈപിടിച്ച് ഉയർത്തുന്ന എനർജിയാണ്. അതുകൊണ്ട് ദൈവജനമേ, നമുക്ക് നമ്മളോട് പറയാം, ഇത് ഞാൻ സംസാരിക്കുന്നെങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നതായിട്ട് ചിന്തിക്കരുത്. നമ്മളെല്ലാവരും ഇന്ന് നിങ്ങൾ പോയി നാളെ വിശുദ്ധ കുർബാനയിൽ നമ്മളിത് കുറച്ചുകൂടി മനസ്സിലാക്കുന്നതാണ്. ഇൻ എവറി യൂക്കറിസ്റ്റ് വി ആർ ഗെറ്റിംഗ് എ ചാൻസ് ടു കണക്ട് ടു ക്രൈസ്റ്റ് ഇൻ ദ റൈറ്റ് വേ. യേശു ക്രിസ്തുവുമായിട്ട് കണക്റ്റ് ചെയ്യാനായിട്ടുള്ള ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അത്ഭുതകരമായ ഒരു മിസ്റ്ററിയാണ്, ഒരു ഫോർമുലയായിട്ട് നമ്മൾ വിശുദ്ധ കുർബാനയെ കാണും. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ക്രിസ്തീയ ജീവിതം അടിസ്ഥാനപരമായി ക്രിസ്ത്യാനികരണമാണ്. പക്ഷെ നമ്മളവിടെ ഒരു ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഇറ്റ് ഈസ് നോട്ട് മിമിക്രി. അനുകരിക്കുക എന്ന് യേശു പറഞ്ഞു. പോൾ സേസ് യു ഇമിറ്റേറ്റ്. യേശു ക്രിസ്തു പറഞ്ഞത് നിങ്ങൾ എന്നെ അനുഗമിക്കണം. അപ്പോൾ ഇമിറ്റേഷൻ എന്നുള്ളത് കൊണ്ട് വേദപുസ്തകത്തിൽ ഉദ്ദേശിക്കുന്നത് ആരെയെങ്കിലും ഇങ്ങനെ മിമിക്രി കാണിക്കുക എന്നുള്ളതല്ല. മിമിക്രി നല്ലതാണ്, അതൊരു നല്ല കലാ സൃഷ്ടിയാണ്. എന്നാൽ മിമിക്രിയുടെ കാര്യം, ആരെയാണോ നമ്മൾ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്, അനുകരിക്കുന്നത്, ആ ആളും നമ്മളുമായിട്ടുള്ള ബന്ധമൊന്നുമില്ല. നമ്മൾ ആ ആളിൻ്റെ ശബ്ദം അനുകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഉണ്മയിൽ മാറ്റം ഉണ്ടാകത്തില്ല. ഉണ്മയിൽ മാറ്റമില്ലാതെ രക്ഷയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറയുന്ന ഈ അനുഗമിക്കുക എന്ന് പറയുന്നത് മിമിക്രി അല്ല. ഇറ്റ് ഈസ് നോട്ട് മിയർലി എ കൈൻഡ് ഓഫ് മോർഫോളജിക്കൽ ചേഞ്ച്, ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ക്രോമസോമൽ ചേഞ്ച്. മോർഫോളജി നമുക്ക് കുട്ടികൾക്ക് എല്ലാം അറിയാവുന്ന കാര്യം, അതിൻ്റെ ഒരു ഫോമാണ്, അതിൻ്റെ ഒരു രൂപമാണ്. എന്നാൽ രൂപം മാറ്റിയത് കൊണ്ട് ഗുണമില്ല. ഇന്ന് ഒത്തിരി കുട്ടികൾ ചെറുപ്പക്കാരുമൊക്കെ യേശു ക്രിസ്തുവിൻ്റെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പടം പോലെ, അതാണോ കൃത്യമെന്ന് നമുക്കറിയത്തില്ലെങ്കിൽ നമ്മൾ കാണുന്ന പടം പോലെ അവിടെ തലമുടി വളർത്തി വസ്ത്രധാരണം സംസാരവും നടത്തുകയൊക്കെയാണ്. അത് നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ ഇമിറ്റേഷനാണ്. അതിൻ്റെ ഉണ്മയിൽ സത്താപരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. സത്താപരമായ മാറ്റം ഉണ്ടായെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയും, നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരും നല്ല മനുഷ്യരാണല്ലോ, ഒരു തർക്കവുമില്ല, നമുക്ക് ഒരു തർക്കവുമില്ല. വി ആർ ഓൾ ഗുഡ് പീപ്പിൾ. പക്ഷേ നമ്മളെന്താ ഇങ്ങനായി പോകുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ, ഇങ്ങനായി പോകുന്നതിൻ്റെ കാരണം നമ്മളുടെ ഉണ്മയിൽ അല്ലെങ്കിൽ സത്തയിൽ കാര്യമായ മാറ്റമില്ല. നമ്മുടെ ബാഹ്യ പ്രകടനങ്ങളിലാണ് പലപ്പോഴും കാണുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, ഈ സത്താപരമായ മാറ്റം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് യേശുവിനെ പോലെ ആകാൻ. അതുകൊണ്ടാണ് നമ്മൾ ആ പാട്ട് പാടുന്നത്, യേശുവെ പോലെ, അതിനും അനക്കമില്ലയോ, ആകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ. ഇവയൊക്കെ ഞാൻ സത്യമായി ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരെ ഉത്തരം പറയണ്ട. ഡു യു റിയലി വാണ്ട് ടു ബി ക്രൈസ്റ്റ് ലൈക്ക്? നിങ്ങൾക്ക് യേശുവിനെ പോലെ ആകണം? ഉത്തരവൊന്നും പറയാൻ ഒക്കുകയല്ല. ബിഷപ്പായാലും അച്ഛനായാലും ഇത് ചങ്കുലയുന്ന പ്രശ്നമാണ്. ഡു വി റിയലി വാണ്ട് ടു ബി ക്രൈസ്റ്റ് ലൈക്ക്? Or we are just using Christ for our sake? This is the basic and fundamental question that we have to raise. യേശുവേ, അതുകൊണ്ട് നമ്മൾ ഈ പാടുന്ന പാട്ട് നമ്മുടെ ആത്മാർത്ഥതയിൽ നിന്ന് നമുക്ക് പാടാൻ സാധിക്കണം. ഇപ്പോഴല്ല, ജീവിതം കൊണ്ട്. യേശുവെ പോലെ എനിക്കാകണം. ഒരു കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. യേശുവെ പോലെ ആരാഗ്രഹിച്ചാലും ആകുക തന്നെ ചെയ്യും.
നോ ഡൗട്ട്, ആബ്സല്യൂട്ട്ലി നോ ഡൗട്ട്. ആർക്ക് യേശുവിനെ പോലെ ആകണം അവർക്ക് ആകാം. പക്ഷേ അതൊരു മോർഫോളജിക്കൽ ചേഞ്ച് കൊണ്ടല്ല, ഒരു ക്രോമസോമൽ നമ്മുടെ ഉണ്മയിലുള്ള മാറ്റമാണ്. നമ്മൾ വായിക്കുന്നില്ലേ പൗലോസ് പറയുന്നത്, കാട്ടൊലിവായ എന്നെ വെട്ടി നല്ല ഒലിവിനോട് ചേർത്തു. അങ്ങനെ വാക്യം ഉണ്ടോ ഇല്ലയോ? ഇല്ല. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ എനിക്കൊരു സന്തോഷം ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഇഫ് യു ആർ സീരിയസ് അബൌട്ട് യുവർ ക്രിസ്ത്യൻ ലൈഫ്, പെർമിറ്റ് ഗോഡ് ഫോർ എ ട്രൂ ഗ്രാഫ്റ്റിംഗ്. കാട്ടൊലിവായ നമ്മളെ വെട്ടി നല്ല ഒലിവിനോട് ചേർത്ത് ഒരു ബഡ്ഡിങ്ങോ ഗ്രാഫ്റ്റിങ്ങോ നടത്തിയാൽ പിന്നെ കിളിക്കുന്നത്, പൗലോസ് പറയുന്നുണ്ട്, ഇനി ഞാനല്ല ക്രിസ്തുവിനിൽ ജീവിക്കുന്നു. സ്നേഹിതരെ, ഞാൻ നിങ്ങളെയാണ് അടുത്ത് കാണുന്നത്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ആരും തെറ്റിദ്ധരിക്കരുത്. ഇങ്ങനെ മുമ്പിലിരിക്കുന്നതുകൊണ്ട് നമ്മളുടെയൊക്കെ ഇടവകകൾ, പള്ളികൾ ഇങ്ങനെ ക്രിസ്തുവിനോട് ഗ്രാഫ്റ്റ് ചെയ്ത് ഈ കാട്ടൊലിവിനെ നല്ല ഒലിവിനോട് ചേർത്ത് ദൈവത്തിൻ്റെ ഒലിവ് തൈകളായി വളർന്നാൽ പള്ളി സ്വർഗമാകുമോ ഇല്ലയോ? ഒന്ന് ഉറച്ച് പറ. ആകും, സംശയം വേണ്ട, ആകും. പക്ഷെ വീണ്ടും നമ്മൾ ചോദിക്കുക, എന്തേ ഇങ്ങനെ ആകുന്നു? പലപ്പോഴും അതിൻ്റെ കാരണം ഇതാണ്, മോർഫോളജിക്കലി വി ആർ റൈറ്റ്. വി ആർ എഡിറ്റിംഗ് അവർ ഓൺ ബുക്സ് and we are getting the feeling that we are right. But when we permit God to edit, വലിയ അത്ഭുതങ്ങൾ. ഇതിന് നമുക്ക് വിനയവും വലിയ കാര്യങ്ങളാണ്. ഞാനൊരു കാര്യം ഇവിടെ നിങ്ങളെ ഒന്ന് സൂചിപ്പിക്കാൻ ഉള്ളത്, അത് നമ്മുടെ തലശ്ശേരി ബിഷപ്പ് കുറച്ച് നാൾ മുമ്പ് ഉള്ള ഒരു സംഭാഷണത്തിൽ പറഞ്ഞാണ്. എനിക്ക് അതിനോട് നല്ല യോജിപ്പ് തോന്നുന്നു. ഇവിടെ കൊട്ടാരക്കരയിൽ നിന്ന് വന്ന ആളുകളുമുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ആ ഓർഗനിസ്റ്റ് അവിടെ നിന്ന് പാട്ട് പഠിപ്പിക്കേണ്ടതാണ്, ഇവിടെ വന്ന് ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്നൊന്ന് ഓർമ്മിപ്പിക്കാനൂടെയാണ്. അവിടുത്തെ കൺവെൻഷൻ വരികയാണ്, ഇന്ന് ഇതൊക്കെ വേണ്ടതാണ്, കർത്താവിൽ ക്ഷമിച്ചിരിക്കുന്നു, ഈ കൺവെൻഷൻ കഴിഞ്ഞങ്ങ് പോകണം എന്നൊന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ആട്ടെ, ഇതൊക്കെ ഇടയ്ക്ക് പറഞ്ഞു വന്ന് അങ്ങ് പോയി. ഇപ്പോൾ എന്താ പറഞ്ഞത് ഞാൻ ഒടുവിൽ? എന്താ പറഞ്ഞത്? താങ്ക് യു. അദ്ദേഹം പറഞ്ഞു, നമ്മളെല്ലാവരും നല്ലവരാണ്, പക്ഷേ നമ്മളുടെ നന്മ കാണുമ്പോൾ ഒരിക്കൽ പോലും സന്തോഷമില്ലെന്ന് മാത്രമല്ല, നമ്മെ കൊന്നൊടുക്കാൻ ഒരുത്തൻ നമ്മുടെ കൂടെയുണ്ട്. അത് വീണ്ടും നമ്മുടെ വീട്ടിലുള്ളവരോ ചേട്ടനോ അനിയനോ അയൽവക്കക്കാരോ കൂട്ടുകാരോ ഒന്നുമല്ല, അവൻ്റെ പേരാണ് സാത്താൻ. ഏദൻ തോട്ടത്തിൽ ആരംഭിച്ച പോക്കാണിത്. പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നു, അലറുന്ന സിംഹം പോലെ. അപ്പം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു 7 പുരുഷന്മാരുടെ മനസ്സിലിവിടെയും ഒരു 3.5 സ്ത്രീകളുടെ മനസ്സിലിവിടെയും ഇതൊക്കെ എത്ര കേട്ടിരിക്കുന്നു എന്ന് ഇങ്ങനെ നിങ്ങൾക്കൊരു തോന്നൽ ആരുടെയെങ്കിലും മനസ്സിൽ വന്നെങ്കിൽ, നല്ലവരായ നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ കഴുത്തേൽ ഒരുത്തൻ കൈ ഉറപ്പിച്ചിരിക്കുന്നു. അവൻ്റെ പേരെന്താണ്? വീണ്ടും ഞാൻ ഇത് പറയുമ്പോൾ രണ്ടാമത്തെ തിങ്കിങ് നിങ്ങളുടെ വരും, ഇതൊക്കെ കുറച്ചുകൂടെ പറയും, മനസ്സിലായോ? ഇതൊക്കെ ഇയാൾ അങ്ങ് നല്ലതാണോ? ഇവിടെ 2 സ്ത്രീകളുടെ മനസ്സിലായോ? അപ്പോൾ ഓർത്തുകൊള്ളുക, ഈ ആരാ പിടിച്ചേക്കുന്നത്? ആ കൈ വിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നും ഓരോരുത്തൻ മറ്റവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന്. അപ്പോൾ ഫീലിക്സിനോസ് തിരുമേനി ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരും, സഭയെ അനുഗ്രഹിക്കപ്പെട്ടതായി സംസാരിക്കട്ടെ. മറ്റവൻ എൻ്റെ കൊങ്ങായ്ക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അദ്ദേഹം ഇങ്ങനെ ഗംഭീരമായി പറഞ്ഞാൽ പിന്നെ ഇനി അതിൻ്റെ പറയും ഞാൻ എന്നാ പറയാനാ എന്ന് തോന്നും. അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയാൽ നിൻ്റെ കഴുത്തിൽ സാത്താൻ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നു, അത് വർദ്ധിക്കും. ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ അത്ര ബോധ്യം വരണമെന്നില്ല. ഇതൊന്നും ഇതുമായി ബന്ധപ്പെട്ടതല്ല, ഇന്ന് പ്രസംഗമില്ലെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് പറയാം. ഈ യേശു തമ്പുരാൻ ശിഷ്യന്മാരുമൊത്ത് യെരുശലേമിലേക്ക് പോവുകയാണ്, അവസാനത്തെ യാത്ര, ലാസ്റ്റ് ജേർണി ടു ജെറുസലേം. അപ്പോഴാണ് യേശു തൻ്റെ മരണത്തെക്കുറിച്ച് പറയുകയാണ്. ഇങ്ങനെ മരണം മണക്കുന്ന വേദനയിലാണ് യേശു സംസാരിക്കുന്നത്. അപ്പോൾ പത്രോസ്, ശിഷ്യന്മാരിൽ പ്രധാനിയായ പത്രോസ് പറഞ്ഞു, കർത്താവേ, നിനക്ക് അങ്ങനെയൊന്നും ഭവിക്കരുത്, നീ മരിക്കരുത്, നീ ക്രൂശിൽ പാടില്ല, നീ ജീവിക്കണം, നീ ലോകത്തിൽ ഒരുപാട് നന്മ ചെയ്യണം, അതുകൊണ്ട് നീ മരണത്തെ അങ്ങനെയൊന്നും പറയാനും പാടില്ല. അപ്പോൾ യേശു ക്രിസ്തു ദിഗന്ധങ്ങൾ പൊട്ടുമാറൊരു വാക്ക് പറഞ്ഞു, ഗെറ്റ് ബിഹൈൻഡ് മീ സേറ്റൻ, സാത്താനെ എന്നെ വിട്ടുപോ. സത്യത്തിൽ പത്രോസിനോടാണോ പറഞ്ഞത്? പത്രോസിനെ നാശത്തിലേക്ക് നയിച്ച ഈ
സാത്താൻ്റെ വാക്കുകളോടാണോ? നിങ്ങളെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത്? എന്തെങ്കിലും പറ. സാത്താനോടാണ്. ഓരോ പ്രാവശ്യവും അത് മെത്രാനും അച്ഛനും അൽമായക്കാരനും ഒന്നും ഒരു വ്യത്യാസമില്ല. ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ. നീ നന്മയല്ല എന്നിൽ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. നന്മ എന്ന് തോന്നുന്ന രീതിയിൽ നീ എൻ്റെ ചെവിയിൽ ഓതുന്നത് എൻ്റെ നാശം കണ്ടുകൊണ്ടാണ്. അത് നിൻ്റെ വീട്ടിലേ നടപ്പുള്ളൂ, ഇവിടെ നടപ്പില്ലെന്ന് പറഞ്ഞാൽ സാത്താൻ വാലും ചുരുട്ടി ഓടും. നമ്മൾ ചില കേൾക്കുന്ന ഇമ്പ വാക്കുകളുണ്ടല്ലോ, ഈ വാക്കുകൾ, അതെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിൽ നമ്മൾ പറയണം, സാത്താനെ എന്നെ വിട്ടുപോകും. ഗുരു നിത്യചൈതന്യ എഴുതിയെ യുഹാനോൻ സ്റ്റഡി സെൻറ്ററിലെ ഒരു ക്രിസ്മസ് പ്രോഗ്രാമിന് നമ്മുടെ ജോളി തോമസ് അച്ഛൻ അവിടെ എൻ്റെ ചുമതല വഹിക്കുമ്പോൾ വിളിച്ചു. വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അദ്ദേഹം അവിടെ വന്നു. അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ജോളി തോമസ് അച്ഛൻ അദ്ദേഹത്തിൻ്റെ വൈഭവവും ഭാഷാ പ്രാവീണ്യമൊക്കെ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ബുക്കുകളെല്ലാം നോക്കി ഗുരു നിത്യചൈതന്യയുടെ വലിയ ഗംഭീരമായ ഒരു വെൽക്കം അദ്ദേഹത്തിന് വെൽക്കം സ്പീച്ച് വാനോളം പുകഴ്ത്തി. അദ്ദേഹം വലിയ മനുഷ്യൻ തന്നെയാണല്ലോ, നമുക്കറിയാം. ഈ ഒരു കഴിഞ്ഞ നാളുകളിൽ ഈ കേരളത്തിൽ ജനിച്ചിരുന്ന വലിയ മനുഷ്യരാണ്, ദാർശനികൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഗുരു നിത്യചൈതന്യ എഴുതി ഈ ക്രിസ്മസ് മെസ്സേജിനായിട്ട് എഴുന്നേറ്റപ്പോൾ ഇത് അച്ഛൻ നേരിട്ട് എന്നോട് പറഞ്ഞതാണ്. വളരെ ശാന്തമായ സ്വരത്തിൽ. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഗുരുജത്തെ ഫാദർ തോമസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഇത് നീയല്ല, ഇത് നീയല്ല, ഇത് നീയല്ല. സ്നേഹിതരെ, ഇതല്ലേ ആത്മീയത? ഇതല്ലേ ആത്മീയത? ഇവിടെ എന്നെ വെൽക്കം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ വന്ന എന്നാണെന്നറിയാമോ? ഒന്ന് രണ്ട് നല്ല പോയിൻ്റ് കൂടെ ഉണ്ടല്ലോ, അതച്ഛൻ അങ്ങ് മറന്നുപോയോ? അതുകൂടെ പറയാൻ ചെന്നാണ്. അതാ ഞാൻ ഇങ്ങനായി പോയത്. ഇത് നമ്മളെ ഇതെല്ലാം നമുക്ക് തോന്നും ഇതൊക്കെ നല്ലതാണെന്ന്. കുറച്ചുകൂടി പറ. ഇതെല്ലാം കേട്ട് ആസ്വദിക്കുമ്പോൾ നമ്മൾ ആരുടെ സ്പിരിറ്റിൽ ആനന്ദിക്കുന്നു? ദൈവത്തിൻ്റെ സ്പിരിറ്റിലോ സാത്താൻ്റെ സ്പിരിറ്റിലോ? അതിൻ്റെ ഉത്തരം നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു. കാരണം അത് എന്നെ ഉദ്ദേശിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ, അപ്പം നമ്മളിപ്പോൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഒരു മോർഫോളജിക്കൽ ചേഞ്ച് ഉണ്ടായാൽ നിശ്ചയമായിട്ടും നമുക്ക് വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റം ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് സംശയം. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും യേശു നടന്നത്. ഹൗ ഡിഡ് ജീസസ് വാക്ക്? എങ്ങനെയാണ് യേശു നടന്നത്? യേശു എങ്ങനെയാണ് നടന്നത്? നമ്മൾ നടന്ന പോലെയാണ് യേശു നടന്നത്. ഒരു തർക്കമില്ല. 2 കാലുകൊണ്ട് ശാന്തമായി ഗലീലയുടെ വില്ലേജുകളിലൂടെ അദ്ദേഹം ഇങ്ങനെ നടന്നു. ജീസസ് വാക്ക്ഡ് സ്ലോലി. അവൻ പതുക്കെയാണ് നടന്നത്. ഈ പതുക്കെ യേശു നടന്നു. ഞങ്ങൾ ഈ സെമിനാരിയിൽ വരുമ്പോൾ അന്നത്തെ ഒരു ഹൃദ്യമായ ഒരു പുസ്തകമാണ് കുസുകു കൊയാമയുടെ 3 മൈൽ ആൻ അവർ ഗോഡ്. അതന്നത്തെ വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു സാഹിബിൻ്റെ ഭാഷയാണ്. നമുക്ക് മനസ്സിലാകുകയില്ല, അന്നും മനസ്സിലാകുകയില്ല, ഇന്നും മനസ്സിലാകുകയില്ല. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഭാഷ നമുക്ക് മനസ്സിലാകും, അദ്ദേഹത്തിൻ്റെ 3 മൈൽ. അപ്പോൾ അതിനകത്ത് അദ്ദേഹം സ്ഥാപിക്കുന്ന ഒരു കാര്യം, യേശു ക്രിസ്തുവിൻ്റെ സ്പീഡ്, നടപ്പിൻ്റെ സ്പീഡ് 1 മണിക്കൂറിൽ എത്രയാണ്? പറഞ്ഞത് കേട്ടില്ലേ? 3 മൈൽസ് ആണ്. 1 മണിക്കൂറിൽ 3 മൈൽ. ദാറ്റ് ഈസ് എ സ്ലോ ജേർണി. അത് വളരെ പതുക്കെയുള്ള ഒരു ജേർണിയാണ്. അപ്പം അങ്ങനെ പതുക്കെ നടക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കും യേശു പതുക്കെ നടന്നത്? എൻ്റെ അഭിപ്രായമേ ഉള്ളൂ, നിങ്ങൾ സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ല. ദൈവത്തെ ഉള്ളിൽ പേറുന്ന ആർക്കും പാഞ്ഞു പോകാൻ ഒക്കുകയില്ല. ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. നിങ്ങളൊരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്നു, 7 മാസമായി. നിങ്ങൾ 100 മീറ്റർ ഓട്ടത്തിനൊന്നും പോവുകയില്ല. പോവോ ഇല്ലയോ? ചില സ്ത്രീകളുടെ നോട്ടം കണ്ടാൽ പോവും, 9 മാസമായാലും പോകും. അങ്ങനെയുള്ളവർ കാണുമായിരിക്കും ഈ ദേശത്ത്. പക്ഷേ പൊതുവെ ഞാനൊരു അടുക്കാരനാണ്, അവിടെ പോവുകയില്ല. ശാന്തം. ഒരു കുഞ്ഞിനെ ഉള്ളിൽ പേറിയാൽ ദാറ്റ് വിൽ സ്ലോ ഡൗൺ യുവർ വാക്ക്.
ഒരുപാട് വേറെ കാര്യങ്ങൾ കാണും. പക്ഷേ അങ്ങനെ ഓടാൻ ഒക്കുകയില്ല. കാരണം ദർ ഈസ് അനദർ പവർ ആൻഡ് വെയ്റ്റ് വിതിൻ അസ്. നമ്മളിൽ വേറെ ഒരു ഭാരമുണ്ട്. ആ ഭാരം ദൈവത്തിൻ്റെ ഭാരമായിരുന്നു. ദൈവത്തിൻ്റെ ഭാരം പേറുന്നവർക്ക്, ഭാരം പേർന്ന ആർക്കും ഓടാൻ ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭാരം പേർന്ന അങ്ങനെ ഒക്കത്തില്ല. അപ്പോൾ നമ്മൾ ക്രിസ്തുവിനെ പേറുന്നവരാണെങ്കിൽ, ഇഫ് യു ആർ റിയലി ക്യാരിയിങ് ക്രൈസ്റ്റ്, പൗലോസ് അത് പറയുന്നുണ്ട്, ക്രിസ്തു എന്നിൽ ഉരുവാകുവോളം, ക്രിസ്തു എന്നിൽ ഉരുവാകുവോളം. ഉരുവാകുക എന്ന് പറഞ്ഞാൽ എന്നാണ്? കൺസീവ് ചെയ്യാണ്, ക്രൈസ്റ്റിനെ കൺസീവ് ചെയ്യാൻ അർത്ഥത്തോളം കാലം എന്നൊരു പദമുണ്ട്. ആ ക്രൈസ്റ്റ്, ആ യേശു ക്രിസ്തു നമ്മൾ വളരുകയാണെങ്കിൽ ഓരോ നാളുകൾ കഴിയുന്തോറും ഈ നടപ്പായിരിക്കുമോ കൂടുതൽ സാധ്യത, അതോ വലിയ ഓട്ടമായിരിക്കുമോ എന്ന് പറഞ്ഞിട്ട് ക്രൈസ്റ്റ് പേറാത്ത എല്ലാവനും പായും, പാഞ്ഞ് കയറും, കയറ്റി കൊല്ലും. യേശുവിൻ്റെ നടത്ത ആരെയും കൊല്ലാനല്ലായിരുന്നു, എല്ലാവരെയും രക്ഷിക്കാനായിരുന്നു. ഓരോ മാർത്തോമാക്കാരനും ഓരോ സുവിശേഷകൻ എന്ന് പറയുന്നതിൻ്റെ ചേർത്ത് എപ്പോഴും നമ്മൾ കാണേണ്ടതാണല്ലോ. ഓരോ മാർത്തോമാക്കാരനും ഒരു സേവിങ് ജേർണിയിലാണ്. എവരി ഡേ, എവരി ജേർണീസ് മസ്റ്റ് ബി സേവിങ് ജേർണീസ്. നമ്മൾ ഒരു യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ, ദൈവമേ ഈ യാത്ര അവസാനിക്കുന്നതിന് ഉള്ളിൽ ആരെയെങ്കിലും രക്ഷിക്കുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടും സാധിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രീതിയിൽ ഉള്ള ഒരു സ്പീഡ് കുറഞ്ഞ യാത്രയായിരുന്നു. ഈ സ്പീഡ് കുറഞ്ഞാലുള്ള ഗുണം, നമുക്ക് മുഖം ശരിക്കും കാണാം. നമ്മൾ വളരെ സ്പീഡിൽ പോവുകയാണെങ്കിൽ വി മേ ലൂസ് ഫേസസ്, നമുക്ക് ആളുകളുടെ മുഖം കാണാൻ ഒക്കുകയില്ല. സ്പീഡ് കുറഞ്ഞാൽ നമുക്ക് മുഖം തെളിയും. അങ്ങനെ സ്പീഡ് ഏറ്റവും കുറയുമ്പോൾ അടുത്ത് നിൽക്കുന്നയാൾ ഞാനും കൃത്യമായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കാം. പിന്നെ അപരനില്ല, പിന്നെ അന്യനില്ല, പിന്നെ അനുജനും അനുഗ്രഹിക്കപ്പെട്ടവരുമേ നമ്മുടെ മുമ്പിലുള്ളൂ. അകലമാണ് അപകടം, അകലമാണ് പാപം. എല്ലാ അകൽച്ചയും സൃഷ്ടിക്കുന്നത് സാത്താനാണ്. എല്ലാ അകൽച്ചയും മരണമാണ്. മരിക്കുന്നവർ അങ്ങ് അകലുകയല്ലേ, നമുക്ക് പിന്നെ ഇവിടെ ആ രീതി നോക്കിയാൽ അത് കൃത്യമായൊരു ഇൻ്റർപ്രിട്ടേഷൻ അല്ലായിരിക്കും, പക്ഷേ അകലമാണ്. ബന്ധങ്ങൾ അകലുമ്പോൾ ആ ആളുമായിട്ടുള്ള മരണം സംഭവിക്കും. മരണമെന്ന് പറയുന്നത് ബയോളജിക്കൽ എൻഡായിട്ട് മാത്രം നമ്മൾ കാണണമെന്നില്ലല്ലോ. ഏത് അകൽച്ചയും മരണമാണ്. ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും സത്യത്തിൽ ഓർക്കുക, വളരെ അടുത്ത് നിന്ന ആളുകൾ നമ്മുടെ സ്പീഡ് കൊണ്ട് അകലമുണ്ടാക്കി ആ സഹോദരൻ, സഹോദരി, സ്നേഹിതൻ, സ്നേഹിത നമുക്ക് ഇന്ന് മരിച്ചു പോയില്ലേ നമ്മുടെ മനസ്സിൽ നിന്ന്? ആ മരിച്ചവരെ നമുക്കൊന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കണം. അത് അപ്പം ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്, ഇന്ന് നമുക്കിങ്ങനെ ഇരിക്കുന്നുവെങ്കിൽ ശാരീരിക അടുപ്പമുണ്ട്, പക്ഷേ മനസ്സിൻ്റെ അടുപ്പം എങ്ങനെ ഇരിക്കുന്നു? നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന ആൾ ഫിസിക്കലി വെരി പ്രോക്സിമിറ്റി ഈസ് ദെയർ, എന്നാൽ മെൻ്റൽ ഒരു ഇൻറ്റിമസി എത്രയും ഉണ്ട്. പ്രോക്സിമിറ്റി ഈസ് നോട്ട് ഗുഡ് ഇൻ ഇറ്റ് സെൽഫ്, ഇൻറ്റിമസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് അടുത്തിരിക്കുന്ന ആളുകളുടെ അകലം കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആ ആളുമായിട്ടുള്ള ബന്ധവും നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. അപ്പം നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, നമ്മൾ സ്പീഡ് കൂട്ടി മറ്റുള്ളവരെ നഷ്ടപ്പെടുത്തി ഓടി ഒന്നാമതെത്തി തിരിഞ്ഞു നോക്കിയപ്പോൾ ആരുമില്ലെങ്കിൽ എൻ്റെ ഒന്നാം സ്ഥാനത്തിന് എന്ത് ഗുണം? യേശുക്രിസ്തുവിൻ്റെ വേകളിലെല്ലാം നമ്മൾ കാണുന്ന അതിമനോഹരമായ ഒരു കാഴ്ച, 10 ദ്രഹ്മ ഉണ്ട് സ്ത്രീ, അതിലൊന്ന് കാണാതെ പോയി, അത് കണ്ടുകിട്ടി. അയൽവക്കക്കാരെല്ലാവരുടെ വരുന്നു, ഒരുമിച്ച് അവർ സന്തോഷിക്കുന്നു. സത്യമായി നമ്മളൊന്ന് നോക്കണം, ആത്മാർത്ഥമായി നമ്മുടെ നെയ്ബേഴ്സ് നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നുണ്ടോ? പങ്കുചേരാത്തതിന് അവരെ കുറ്റപ്പെടുത്തുകയാണോ? എന്നിൽ നിന്നുള്ള അകൽച്ച സംഭവിച്ചത് കൊണ്ട് വന്ന ഒരു മിസ്റ്റേക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ആത്മീയത എന്ന് പറയുന്നത് എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നതല്ല. അതുമാത്രമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുന്നവനാണ്.
ആ ഇഷ്ടം നിവർത്തിച്ച മകൻ്റെ യാത്രയുടെ സ്പീഡിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ യാത്രയിൽ ആരും അവൻ്റെ മുഖം നഷ്ടപ്പെട്ടു പോയില്ല. ഈ ക്രൗഡ് കൊണ്ട് അവൻ്റെ മുഖം കാണാതെ വന്നപ്പോൾ യേശു അത് തിരിച്ചറിഞ്ഞിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക, എൻ്റെ മുഖം കാണാതെ ആരും ഉണ്ടാകാൻ പാടില്ല. അത് ധാർഷ്ട്യത്തിൻ്റെ രാജകീയ പ്രൗഢിയുടെ ശബ്ദമല്ലായിരുന്നു, അത് സ്നേഹത്തിൻ്റെ ഒടുങ്ങാത്ത ഒഴുക്കായിരുന്നു. ഈ സ്നേഹത്തിൻ്റെ സ്പർശനത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ആരും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുകയും ക്രിസ്തുവിനാൽ സ്പർശിക്കപ്പെടാതിരിക്കുകയും ചെയ്താൽ ഇതിനേക്കാൾ വലിയ ദുരന്തം ഈ ലോകത്തിൽ എന്താണ്? വി ആർ വെരി ക്ലോസ് ടു ജീസസ് ബട്ട് നെവർ ടച്ച്ഡ് ബൈ ഹിസ് റിഡീമിങ് ഹാൻഡ്സ്. ഇതല്ലേ പാപം? ഇതല്ലേ ദുരന്തം? സുനാമിയേക്കാൾ വലിയ ദുരന്തം ഇതല്ലേ? വെരി ക്ലോസ് ബട്ട് നോട്ട് ഏബിൾ ടു സ്പീക്ക്. കല്ലറകളിൽ ആളുകൾ അടുത്ത് കിടക്കുന്നു. ദേ ആർ വെരി ക്ലോസ്. ഭാര്യയും ഭർത്താവും വലിയ സ്നേഹിതരായിരുന്നു, ആത്മാർത്ഥമായ ഭാര്യ ഭർത്തൃ ബന്ധം. പക്ഷേ മരിച്ചു കിടക്കുന്നു. ദേ ആർ വെരി ക്ലോസ് ബട്ട് നോട്ട് ഏബിൾ ടു റിലേറ്റ് ഈച്ച് അതർ. സ്നേഹിതരെ, നമുക്ക് ഈ കൺവെൻഷൻ്റെ രാത്രിയുടെ സമാപന യോഗത്തിൽ നമുക്ക് തത്വജ്ഞാനങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് ആത്മാർത്ഥമായി നമ്മളിലേക്ക് നോക്കി, ഞാൻ സംസാരിക്കാത്ത ആളുകളുണ്ടോ? ഞാൻ നടന്നു പോകാത്ത വീടുകളുണ്ടോ? ചന്ദ്രനിലെത്താൻ നമുക്ക് സാധിക്കുന്നു, അയൽവക്കത്ത് കയറാൻ സാധിക്കുന്നില്ല. ഫിസിക്കൽ പ്രോക്സിമിറ്റി ഉണ്ട്, മനസ്സുകൊണ്ട് അകലുന്നു. എന്തെല്ലാം ദുരിതങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർക്കുക, മെൻ്റൽ സ്ലംസ് ആർ മോർ ഡേഞ്ചറസ് ദാൻ ദ ഫിസിക്കൽ സ്ലംസ്. ബോംബെ ധാരാവിയേക്കാൾ കഠിനമാണ് മനസ്സിൻ്റെ സ്ലംസ്, മനസ്സിലുണ്ടാകുന്ന ഈ ചേരി എന്ന് പറയുന്നത്. ഞാൻ ദുഃഖത്തോടെ എന്നോട് പറയട്ടെ, നിന്റെ മനസ്സും ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി സ്ലമിഷ്. എൻ്റെ മനസ്സും സ്ലം വളരുന്നതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാം സൂത്രപ്പണിയായിപ്പോകും. മെൻ്റൽ സ്ലംസ് ആർ മോർ ഡേഞ്ചറസ്. ഫിസിക്കൽ സ്ലംസ് നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാം. ഗവൺമെൻറ്റിൻ്റെ പണവും അധികാരവും അവർക്ക് അതിനുള്ള ബഡ്ജറ്റും ഉണ്ടെങ്കിൽ സാധിക്കാം. പക്ഷേ മെൻ്റൽ സ്ലംസ് ആർക്ക് രക്ഷിക്കാൻ നോക്കും? എനിക്ക് മാത്രം എൻ്റെ ദൈവത്തോട് ചേർന്ന് നമുക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ കാര്യങ്ങളെ കാണും. അപ്പോൾ ഇതിൻ്റെ ഒരു ഉദാഹരണം ഈ വേദപുസ്തകത്തിൽ യേശുദമ്പുരാൻ പറഞ്ഞ ഉപമകളിൽ ഏറ്റവും സുന്ദരമായ ഉപമ, എല്ലാവരും സമ്മതിക്കുന്നത് നല്ല ശമരിയക്കാരൻ്റെ ഉപമയാണ്. നല്ല ശമരിയക്കാരൻ്റെ ഉപമ. നല്ല ശമരിയക്കാരനൊരു വാഹനത്തിൽ പോകുമായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അന്നത്തെ വാഹനം, അല്ലാതെ ഇപ്പോഴത്തെ മോട്ടോർ കാറാകണമെന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് ആ വാഹനത്തിൽ അങ്ങ് പോകാമായിരുന്നു. നിശ്ചയമായിട്ടും ആ വാഹനത്തിൽ ആ വഴിയിൽ കിടക്കുന്ന ആളിനെ കണ്ടു. അയാൾ സഞ്ചരിച്ച എന്ത് വാഹനമാണേലും ബ്രേക്ക് ഇട്ടു, അവിടെ നിന്നു, അവൻ്റെ അടുത്ത് ചെന്നു. ഇല്ലേ? നിശ്ചയമായിട്ടും ചെന്നോ ഇല്ലയോ? ശ്വാസം ഉണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ അവിടെ ചെന്നു. അപ്പോൾ അവിടെ ചെന്ന് അവനെ ഇതെല്ലാം മുറിവുകളെല്ലാം വെച്ച് കെട്ടി. ഒടുവിൽ കോരി എടുത്ത് തൻ്റെ വാഹനത്തിൽ കയറ്റി. ഏത് വാഹനം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ജസ്റ്റ് ഇമാജിൻ, ഒന്ന് ആലോചിച്ച് നോക്കി. ഈ വഴിയിൽ കിടന്ന ആളിനെ കോരി എടുത്തപ്പോൾ തൻ്റെ നെഞ്ചോട് നിശ്ചയമായിട്ടും ചേർന്ന് കാണും. ഞങ്ങളുടെ ചുങ്കത്തറ കോളേജിൻ്റെ എൻ്റെ മുൻ പ്രിൻസിപ്പലാണ്, ശരിയല്ലേ? നിശ്ചയമായിട്ടും ചേർന്ന് കാണും. അവൻ്റെ ശരീരവും കിടന്നവൻ്റെ ശരീരവും തമ്മിൽ ബന്ധപ്പെട്ട് ഒട്ടി. കുർബാനയുടെ അതിമനോഹരമായ ഒരു മുഹൂർത്തമല്ലേ? ദിസ് ഈസ് മൈ ബോഡി, ഇറ്റ് ഈസ് ടു സേവ് യുവർ ബോഡി. ഇതെൻ്റെ ശരീരമാണ്. ശമരിയക്കാരൻ അങ്ങനെയൊന്നും അയാൾ പറഞ്ഞില്ല. അതാണ് അതിൻ്റെ അർത്ഥം. ഇതെൻ്റെ ശരീരമാണ്. സഹോദര, നിശ്ചയമായിട്ടും ജന്മശത്രുവാണ് യഹൂദനാണെങ്കിൽ മറ്റേയാൾ. അവൻ്റെ നെഞ്ചോട് ചേർത്തിട്ട് അവനെ എടുക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ഫിസിക്കൽ പ്രോക്സിമിറ്റി മാത്രമല്ല, ഹൃദയത്തിൻ്റെ ഇൻറ്റിമസിയും ഉണ്ട്. ഇതെൻ്റെ ശരീരമാണ്, ഇത് നിനക്ക് വേണ്ടിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം അവിടെയാണ്. നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നത്,
അവിടെ വഴിയിൽ കിടക്കുന്ന ഒരാൾ, പകുതികാർക്ക് കേൾക്കാമോ? ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ? വഴിയിൽ കിടക്കുന്നയാളിൻ്റെ ജീവൻ്റെ ക്രമത്തെക്കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത്? അവൻ അർദ്ധപ്രാണനായി അവിടെ കിടക്കും. അതിനൊരു വാക്കുണ്ടോ ഇല്ലയോ? ഉണ്ട്. അർദ്ധം എന്ന് പറഞ്ഞാൽ എത്ര? 100? പകുതി. അർദ്ധപ്രാണനായിട്ട് കിടന്നവനെ രക്ഷിക്കാൻ ഈ ശമരിയാക്കാരൻ്റെ അവൻ്റെ അർദ്ധപ്രാണനൂടി നൽകിയപ്പോൾ വീണ് കിടന്ന മനുഷ്യൻ പൂർണ്ണ ജീവനായി. ആര് ജീവൻ കൊടുത്തോ അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുമില്ല. ദൈവജനമേ, ഞാൻ നിങ്ങളോടും പറയട്ടെ, ഒരുപാട് അർദ്ധപ്രാണരായി കിടക്കുന്നവൻ്റെ പകുതി ജീവനിലൂടെ കൊടുക്കാനുള്ള ജീവൻ ദൈവം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. കേൾക്കാമോ? പുറയിലിരിക്കുന്നവർക്കൊക്കെ അനേകം ആളുകൾ ഇവിടെ തിരുമേനി നമ്മുടെ പ്രോജക്റ്റുകളെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ പങ്കീന്തരണ്ണ പറഞ്ഞൊരു കാര്യം, അനേകം ആളുകൾ, സഭയ്ക്ക് അഭിമാനകരമായ പദ്ധതികൾ, അങ്ങനെ ഒരുപാട് ആളുകൾ അർദ്ധപ്രാണരായി ഉണ്ട്. അത് നമ്മുടെ ഓൾഡ് ഏജ് ഹോമിലാകാം, അൽഷിമേഴ്സ് കെയർ സെൻ്ററിലാകാം, എയ്ഡ്സ് രോഗികളെ നോക്കുന്നിടത്താകാം, ഏതെല്ലാം എടുത്തുകൊള്ളുക. അർദ്ധപ്രാണൻ, അവൻ്റെ മറ്റേ പകുതി ജീവൻ ആരുടെ കയ്യിലുണ്ട്? എവിടെ ഉണ്ട്? എന്നോട് പിണങ്ങരുത്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ അവനെ കൊല്ലരുത്. അവനെ കൊന്നാൽ നമ്മൾ ചാവും. ഈ രക്ഷ എന്ന് പറയുന്നത് രക്ഷപ്പെട്ടു പോകുന്നതല്ല, രക്ഷിച്ചെടുക്കുന്നതാണ്. എത്രയോ ആളുകളെ നമുക്കങ്ങനെ രക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ രീതിയിലൊക്കെ പോയാൽ യേശു നടന്നതുപോലെ നമുക്ക് നടക്കാൻ സാധിക്കണം. അപ്പോൾ ഇത് കേൾക്കുന്നുണ്ടല്ലോ. ഇത് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. ഈ യേശു എന്ത് കണ്ടു? വാട്ട് ഡിഡ് ഹി സീ? അവൻ എന്താണ് കണ്ടത്? അവൻ എന്താണ് കേട്ടത്? വാട്ട് ഡിഡ് ഹി ഹിയർ? യേശു നിലവിളികളാണ് കേട്ടത്. കവിയെക്കുറിച്ച് പറയുന്ന വാക്ക് അങ്ങനെയാണ്, കരച്ചിൽ കേൾക്കുന്നവനാണ് കവി. രുചിനാൽ സാരു കവി, കരച്ചിൽ കേൾക്കുന്നു. ഒരുപാട് ആദ്യത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് കരച്ചിലുകളുള്ള ഒരു ലോകമാണ്. ആ കരച്ചിൽ കേൾക്കാനും ആ കരച്ചിലിൽ റെസ്പോണ്ട് ചെയ്യാനും നമുക്ക് സാധിക്കണം. അത് അങ്ങനെയുള്ള വാക്കുകളാണ് യേശു പറഞ്ഞത്. യേശു പറഞ്ഞതുപോലെ നമുക്ക് പറയണം. നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ്റെ വായിൽ നിന്ന് വരുന്ന ലാവണ്യ വാക്കുകൾ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്നോട് യോജിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാവരും വി ആർ ദ സം ടോട്ടൽ ഓഫ് ദ വേർഡ്സ് വിച്ച് വി മേക്ക്. നമ്മൾ പറയുന്ന വാക്കുകളുടെ ആകത്തുകയാണ് നമ്മൾ. പഠിക്കുന്ന റിസർച്ച് ചെയ്യുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഒരു സാധാരണ മനുഷ്യൻ ഒരാഴ്ച സംസാരിക്കുന്നത് അപ്പാടെ റെക്കോർഡ് ചെയ്ത് അത് ഒരു പ്രിൻ്റ് മീഡിയയിൽ കൊണ്ടുവന്നാൽ 500 പേജ് ഉണ്ടാവും. എല്ലാവരും നമ്മൾ പറയുന്നതെല്ലാം ഒരു സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രായം തൊട്ട് തുടങ്ങും മനുഷ്യൻ ഒരാഴ്ച പറയുന്നതെല്ലാം ഒരക്ഷരം വിടാതെ അത് പ്രിൻ്റ് ചെയ്തെടുക്കുക, റെക്കോർഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്താൽ എത്ര പേജ് കാണും? 500 പേജ്. 60 വർഷം അങ്ങനെ പറഞ്ഞാൽ 15,60,000 പേജസ് നമ്മൾ എഴുതിയിട്ടാണ് മടങ്ങുന്നത്. ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ ട്രഷറർ ഒരു നല്ല മനുഷ്യനാണ്. നമ്മുടെ ഇപ്പം സുവിശേഷത്തിന് പണം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. 15,60,000 പേജ് എഴുതി നമ്മൾ മടങ്ങിപ്പോകുമ്പോൾ ഈ 15,60,000 പേജിൽ അടുത്ത തലമുറയ്ക്ക് വായിക്കാൻ കൊള്ളാവുന്ന എത്ര പേജുകൾ കാണും? ദാറ്റ് വിൽ ഡിഫൈൻ ദി വർത്ത് ഓഫ് അവർ ലൈഫ്. നമ്മൾ അതിനകത്ത് എത്ര വാക്കുകൾ മനുഷ്യനെ മുറിപ്പെടുത്തുന്നതുണ്ടായിരുന്നു കാണാം. എത്ര വാക്കുകൾ സ്വാതന്ത്ര്യത്തിൻ്റെ വാക്കുകൾക്ക് പകരം പരുഷമായ വാക്കുകൾ പറഞ്ഞിട്ട് കാണാം. അതൊന്നും ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വിശദീകരിക്കുന്നില്ല.
അപ്പോൾ നമ്മുടെ ഭാഷ, നമ്മൾ ഭാഷാജീവികളാണ്. ലാംഗ്വേജ് എന്ന് പറയുന്നത്, അപ്പം ലാംഗ്വേജ് ക്യാൻ കിൽ, ബ്രേക്ക്, ആൻഡ് ലാംഗ്വേജ് ക്യാൻ മേക്ക് ആൻഡ് ബിൽഡ്. ഈ ഭാഷ കൊണ്ട് നമുക്ക് നശിപ്പിക്കാം, ഈ ഭാഷ കൊണ്ട് നമുക്ക് പാലം പണിഞ്ഞ് മുമ്പേ നമ്മൾ പറഞ്ഞ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം, ഇപ്പോൾ നിങ്ങളിലൊരാൾ എന്നെ, നമ്മുടെ കമ്പംകോട്ടെ അച്ഛൻ എന്നെ ചീത്ത വിളിച്ചു എന്ന് വിചാരിക്കുക. അദ്ദേഹം ചീത്ത എന്നുള്ള വാക്ക് പോലും കേട്ടിട്ടില്ല, എങ്കിലും ഞാൻ ചീത്ത. അപ്പോൾ അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ആൾ പോലെ ഒന്നുമല്ല, ഒട്ടും മോശമല്ല അച്ഛൻ പറഞ്ഞു. അപ്പോൾ അച്ഛനെ അതിൻ്റെ ഇരട്ടി പറയാനായിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വാക്ക് വന്നു. അത് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്നെ വെടിവെച്ചു കൊല്ലും. അതിങ്ങനെ മേളിൽ വന്നപ്പോൾ എൻ്റെ തൊണ്ടയുടെ അവിടെ എത്തിയപ്പോൾ ഒരു ചെറിയ സ്വരം, എടാ നീ കുർബാന ചൊല്ലുന്നവനാണ്, ആളുകൾ പ്രതീക്ഷയോടുകൂടി കുർബാന നിൻ്റെ കയ്യിൽ നിന്ന് കൊള്ളുന്നതാണ്, അരുത്. അപ്പോൾ ഈ വാക്ക് ഇവിടെ കുടുങ്ങും, അപ്പോൾ അവിടെ മുറിവുണ്ടാകും. ഈ മുറിവ് രക്ഷയുടെ മുറിവാണ്. അത് ക്രൂശിലെ മുറിവിനോട് താരതമ്യം ചെയ്യാൻ ഒക്കത്തില്ലെങ്കിലും അതുമായി അകലമില്ലാത്ത ഒരു മുറിവാണ്. അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു സാക്രമെൻ്റൽ സ്ക്രാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെയുള്ള ഒരു മുറിപ്പാട് നമ്മുടെയൊക്കെ ഈ തൊണ്ടയിൽ എത്രമാത്രം ഈ കൗദാശികമായ മുറിവുണ്ട്, അതിനെ ആശ്രയിച്ച് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നിശ്ചയിക്കാം നമുക്ക് രക്ഷയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിന് ദൈവത്തെ കൂട്ടുപിടിക്കേണ്ട. യു ക്യാൻ ഇവാലുവേറ്റ് യുവർ സെൽഫ്. എനിക്ക് ദൈവരാജ്യത്തോട് എത്ര അടുപ്പമുണ്ടെന്നുള്ളത്. ഇതെല്ലാം നമുക്ക് വിശദീകരിക്കാനായിട്ട് സമയമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സസൈസ് തരാം. ഞാൻ പറഞ്ഞു ഒരു എക്സസൈസ് ചെയ്യാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെയാണ്. കഴിഞ്ഞ 3 മാസത്തെ നിങ്ങളുടെ ടെലിഫോണിക് കോൺവെർസേഷൻസ്, വാട്സാപ്പ് എല്ലാ കോൺവെർസേഷനും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങൾ എഴുതുക. എത്ര മാസത്തെയാ? നിങ്ങൾ പറഞ്ഞ എല്ലാ വാക്കുകളും, ചിലത് വിടരുത്, എല്ലാം. എന്നിട്ട് അത് നിങ്ങൾ ഒന്നുകൂടെ വായിച്ചു നോക്കുക. കേൾക്കാമോ പറയുന്നത്? മരിച്ചവരെ പോലെയാണ് ഇരിക്കുന്നത്. ഓക്കെ. എന്നിട്ട് ഭർത്താവിനെ ഇത് വായിച്ച് കേൾപ്പിക്കുക. ഭർത്താവ് ഭാര്യയെ വായിച്ച് കേൾപ്പിക്കുക. ഭാര്യയും ഭർത്താവും ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻ്റൊക്കെ കാണുമായിരിക്കും. മൂന്നാമത് നമ്മുടെ അയൽവക്കക്കാരനെ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരു ക്രിട്ടിക്കിനെ വായിച്ചു. അന്നേരം നിങ്ങളുടെ തല ഉയർന്നു നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളുക, നിങ്ങൾ ദൈവരാജ്യത്തിൽ നിന്ന് അന്യരല്ല. പലരും നിങ്ങളുടെ പിള്ളേരുടെ മുമ്പിലൂടെ കേൾപ്പിക്കുകയാണെങ്കിൽ അവർ വെൽ ഡൺ മൈ ഡാഡ് മം എന്ന് പറയുന്ന സ്ഥിതിയാണെങ്കിൽ നിങ്ങൾ രക്ഷയുന്ന. അല്ലാത്തതെല്ലാം അപകടകരമായ കാര്യമാണ്. ദൈവം നമ്മളെ ആരെയും നരകത്തിൽ കൊണ്ടുപോകുന്നില്ല. അയൽവക്കക്കാരനും നമ്മളെ നരകത്തിൽ കൊണ്ടുപോകുന്നില്ല. നരകത്തിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒറ്റ ഒരുത്തനുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിക്കണം, ഞാൻ ആരുടെ സെർവൻ്റാണ്? പൗലോസ് പറയുന്നു, ഐ ആം ദ ഡൂലോസ് ഓഫ് ദ കൂറിയേഴ്സ്. ഞാൻ കർത്താവിൻ്റെ ദാസൻ. നമ്മൾ ആരുടെ ദാസന്മാരാണ്? ആരുടെ യജമാനന്മാരാണ്? അപ്പോൾ ഈ എക്സസൈസ് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക. ചെയ്യാമോ? 2-1 അറിഞ്ഞേ പോകുന്നുള്ളൂ. ശനിയാഴ്ച വൈകിട്ടല്ലേ, ഞായറാഴ്ച. ചെയ്യാൻ ശ്രമിക്കാമോ? ചെയ്യാമെന്ന് ചോദിക്കുന്നില്ല, ശ്രമിക്കാമോ? നിങ്ങൾ ഇതൊക്കെ ഇപ്പം വീണ്ടും ആദ്യത്തെ ഓർത്തുകൊള്ളുക. ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഓരോരുത്തൻ വന്ന് പറഞ്ഞു പോകുമെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നെങ്കിൽ ഓർത്തുകൊള്ളുക, പിടിമുറുകിയിരിക്കുന്നു. ദൈവജനമേ, ക്രിസ്ത്യ ജീവിതം ഉപ്പാപ്പൻ കളിയല്ല. ഇറ്റ് ഈസ് എ ട്രെമൻഡസ് റെസ്പോൺസിബിലിറ്റി. നിത്യതയിൽ എത്തുന്നതിനുള്ള മനുഷ്യന് ഒരു വലിയ എന്നാ പറയുന്നത്, ഒരു മരണയാത്രയാണിത്. അത് നമ്മൾ ചുമ്മാ സൂത്രപ്പണിയിൽ യേശു നല്ലവൻ വല്ലവൻ കൊള്ളാവുന്നു എന്ന് പറഞ്ഞാൽ ഒന്നും ഒക്കുന്ന കാര്യമല്ല.
എനിക്ക് തോന്നുന്നു കൺവെൻഷൻ തന്നെ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റും. കാരണം വളരെ സൂത്തിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ട് നമ്മൾ ഐ ആം മച്ച് ബെറ്റർ ദാൻ ദി അതർ എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ പോകരുത്. പെർമിറ്റ് യുവർ നെയ്ബർ ടു എഡിറ്റ് യുവർ ലൈഫ്. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽപ്പെടുന്നതാണ്. അതൊന്നും ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. യേശു എന്ത് കണ്ടു പറഞ്ഞ് അവസാനിപ്പിക്കും. യേശു കണ്ടു, വേദനിക്കുന്നവനെ കണ്ടു, തള്ളപ്പെട്ടവനെ കണ്ടു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അന്ത്യന്യായവിധിയിൽ പറയുന്നു, വിശക്കുന്നവനെ കണ്ടു, ദാഹിക്കുന്നവനെ കണ്ടു, അതിഥിയെ കണ്ടു, നഗ്നനെ കണ്ടു, രോഗിയെ കണ്ടു, തടവിൽ കണ്ടു. സ്നേഹിതരെ, ഒറ്റ വാക്ക് മരണം വരെ മറക്കരുത്. ന്യായവിധി എന്ന് പറയുന്നത് രണ്ട് വാക്കുകളെ അടിസ്ഥാനത്തിലാണ്. അൾട്ടിമേറ്റ് ജഡ്ജ്മെൻറ്റ് ഈസ് ഗോയിങ് ടു ടേക്ക് പ്ലേസ് പ്രിസൈസ്ലി ബേസ്ഡ് ഓൺ 2 വേർഡ്സ്. 2 വാക്ക്, കണ്ടു, കണ്ടില്ല. നീതിമാൻ എന്താ പറയുന്നത്? നീതിമാൻ ഇങ്ങോട്ട് നോക്കി കേട്ട് പിള്ളേർ പോകുന്നത് നോക്കരുത്. നീതിമാൻ കണ്ടു, നീതി കെട്ടവൻ കണ്ടില്ല. ഒരേ കാര്യം തന്നെയാണ്. നീതിമാൻ കണ്ടു, വിശക്കുന്നവനെ കണ്ടു, ദാഹിക്കുന്നവനെ കണ്ടു, അതിഥിയെ കണ്ടു, നഗ്നനെ കണ്ടു, രോഗിയെ കണ്ടു, തടവിൽ കണ്ടു. നീതി കെട്ടവൻ ഇതൊന്നും കണ്ടിട്ടില്ല. ഇമ്മാനുവേൽ ലെവിനാസ് സുന്ദരമായൊരു വാക്ക് പറയുന്നുണ്ട്, എത്തിക്സ് ഈസ് ഒപ്റ്റിക്സ്. ധർമ്മശാസ്ത്രം ദർശനശാസ്ത്രമാണ്. നമ്മൾ എന്ത് കണ്ടു എന്നുള്ളതാണ് നമ്മുടെ ന്യായവിധിയുടെ വിഷയം. അവസാനിപ്പിക്കുകയാണ്. മദർ തെരേസ, ആ അമ്മയെക്കുറിച്ച് ലോകത്തിനെല്ലാം എന്ത് സന്തോഷമാണ്. ഒരു നാളിൽ ഞങ്ങൾ സെമിനാരിൽ നിന്ന് മദർ തെരേസയുടെ പ്രവർത്തനങ്ങൾ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനായിട്ട് 1983 പോയത് ഓർക്കുന്നു. അപ്പോൾ അവിടെ ബ്രദേഴ്സ് ഓഫ് ചാരിറ്റി അവരുടെ കൂടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതിൻ്റെ വിശദീകരണമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ ഈ മലയാളികളായ ബ്രദേഴ്സിനോട് മദർ തെരേസയെക്കുറിച്ച് പറയാൻ പറഞ്ഞു, ഓരോന്നൊക്കെ അവരുടെ അനുഭവങ്ങൾ, അവർ കണ്ടിട്ടുള്ള കാര്യങ്ങളും. അപ്പോൾ ഒരു ബ്രദർ പറഞ്ഞു, അമ്മയെക്കുറിച്ച് പറയാനില്ലാത്തത് എന്താണ്? ഇപ്പോഴത്തെ നമ്മുടെ ഒരു പോപ്പിന് ഏതാണ്ട് മദർ തെരേസയുടെ അടുത്ത് വരും. എല്ലാ കാര്യങ്ങളും സ്വാഭാവികമായി നന്മയാണ്. എന്നിട്ട് അവർ പറഞ്ഞു, ഒരു അനുഭവം പറയാം. ഞങ്ങൾ ഒരു ദിവസം വളരെ മരണാസക്തനായ ഒരു പ്രായമുള്ള വാർദ്ധക്യം ബാധിച്ച ഒരപ്പച്ചനെ ഞങ്ങളുടെ മിഷൻ ബ്രദേഴ്സ് ഓഫ് മിഷണറീസ് അവർ മിഷൻ പ്രവർത്തനത്തിന് പോയപ്പോൾ ചേരിയിൽ കൊണ്ടുവന്നു. അപ്പോൾ ആ വല്യപ്പനെ ഇങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മദർ തെരേസ അവിടെ വന്നു. അപ്പോൾ അമ്മ ഇത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അമ്മ എന്നിട്ട് ഈ ബ്രദേഴ്സിനോട് പറഞ്ഞു, അത്രമാത്രം പ്രസ് ചെയ്ത് തേക്കരുത്. പ്രസ് ചെയ്ത് പറഞ്ഞാൽ കുളിപ്പിക്കുമ്പോൾ വല്ലാതെ ശരീരത്തിൽ പ്രസ് ചെയ്ത് തൂക്കരുത്. യു ആർ ഗിവിങ് ബാത്ത് ടു ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനെയാണ് കുളിപ്പിക്കുന്നതെന്ന് ഓർത്തു കൊള്ളണം. അങ്ങനെ പറഞ്ഞ് അമ്മയുടെ കൂടി ആ വയോധികനായ മനുഷ്യനെ, മരണാസക്തനായ മനുഷ്യനെ കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിച്ച് അവരുടെ കട്ടിലിൽ കിടത്തി. ബ്രദേഴ്സ് 2 തുള്ളി പാല് ആ മനുഷ്യൻ്റെ വായിലോട്ട് ഇറ്റിച്ചു കൊടുത്തു. ഉടനെ തന്നെ അദ്ദേഹം മരിച്ചു. അപ്പോൾ ഈ ബ്രദേഴ്സ് പറഞ്ഞു, അയ്യോ കഷ്ടമായിപ്പോയി, നമുക്കൊരു 3-4 ദിവസം കൂടെ ശുശ്രൂഷിക്കാൻ ഒത്തിരുന്നെങ്കിൽ ആ അപ്പച്ചൻ സന്തോഷത്തോടെ മരിച്ചേനേൽ. മദർ തെരേസ അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഈ പ്രായമുള്ള അപ്പച്ചൻ മരിക്കുന്നതേ കണ്ടുള്ളൂ, എന്നാൽ ഞാൻ മറ്റു ചിലതൂടെ കണ്ടു. അപ്പോൾ അവർ അത്ഭുതം കൂറുകയാണ്. 2020 വിഷനുള്ള ഈ ചെറുപ്പക്കാരായ ബ്രദേഴ്സ് കാണാത്തത് എന്താണ്? ഈ അമ്മ കണ്ടു എന്ന് പറയുന്നത്. അപ്പോൾ അവർ ചോദിച്ചു, എന്താ അമ്മ കണ്ടു എന്ന് പറയുന്നത്? അമ്മ പറഞ്ഞു, അവൻ മരിക്കുന്നതേ കണ്ടുള്ളൂ എങ്കിൽ ഞാൻ അവൻ മരിക്കുന്നതിന് മുമ്പ്
പുഞ്ചിരിക്കുന്നത് കണ്ടു. എന്നിട്ട് ഈ അമ്മ ഒരു വാക്കൂടെ പറഞ്ഞു, ആ ചിരി കാണാൻ എൻ്റെ ആയുസ് മുഴുവൻ കൊടുക്കാൻ ഞാൻ കടംപെട്ടിരിക്കുന്നു. മാർത്തോമാ സഭയുടെ ബിഷപ്പായ ഞാൻ എന്നോട് പറയട്ടെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്ക് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരാം. നമ്മൾക്ക് ഭക്തിയുടെ പ്രകടനങ്ങളൊക്കെ ഒന്ന് നിർത്താം. നമുക്ക് അല്പം മനുഷ്യത്വമുള്ള മനുഷ്യരായിട്ട് തീരാം. ചില ചിരി കാണാൻ എൻ്റെ ആയുസ് മുഴുവൻ കൊടുക്കേണ്ടി വന്നാൽ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞ ആ സ്ത്രീയെ ലോകം ഇന്നറിയപ്പെടുന്നത്, ഇന്നല്ലേ അന്ന് തൊട്ടേ അറിയപ്പെടുന്നത് ലോകത്തിൻ്റെ അമ്മയെന്നാണ്. ഒരൊറ്റ കുഞ്ഞിനെ പ്രസവിച്ചിട്ടില്ല, പക്ഷേ ഈ ലോകത്തിലെ എല്ലാ കുഞ്ഞുങ്ങളും ആ അമ്മയുടെ മക്കളാണ്. ദൈവജനമേ, ഇത് നമുക്കും സാധിക്കും. മദർ തെരേസയുടെ അത്രയൊന്നും നമുക്ക് സാധിക്കാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന അമ്മമാരെ, നിങ്ങളുടെ 2 കുഞ്ഞുങ്ങളോടെ കൂടെ വേറെ 2 കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളായി കാണാൻ സാധിക്കുന്ന ഒരു സ്ഥിതി വന്നാൽ തന്നെ നമ്മൾ വളരെ വളർന്നു കഴിഞ്ഞു. ഇതെൻ്റെ കുഞ്ഞ്, ഇത് നിൻ്റെ കുഞ്ഞ്, ഇങ്ങനെ ചിന്തിക്കുന്ന ലോകമായി കഴിഞ്ഞു. എൻ്റെ കുട്ടിയുടെ വിജയം മാത്രമാണ് എൻ്റെതെങ്കിൽ അത് നല്ലതായിരിക്കാം, പക്ഷേ അത് ദൈവവുമായി ഒരു ബന്ധവുമില്ല. നമുക്ക് ദൈവത്തെ ഒന്ന് ചിരിപ്പിക്കാം. ദൈവത്തെ നമുക്കൊന്ന് ചിരിപ്പിക്കാം. സാൻസാക്കീസ് ഒരു 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 സന്യാസി മഠത്തിൽ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ക്രൂസിഫൈഡ് ക്രൈസ്റ്റിനെയാണ് എല്ലായിടത്തും കാണുന്നത്, ആ കുരിശിൽ നിന്ന് ഇറക്കാറായില്ലേ? വയോധികനായ സന്യാസി വര്യൻ പറഞ്ഞു, അവൻ കുരിശിൽ നിന്ന് ഇറങ്ങാറായിട്ടില്ല. അവൻ കുരിശിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ലോകത്തിൽ നീതിയും സമാധാനവും സന്തോഷവും നിറയണം, മനുഷ്യരിൽ സാഹോദര്യം വർദ്ധിക്കണം, എല്ലാവരും സോദരത്വേന ജീവിക്കണം, എല്ലാവർക്കും ഭക്ഷണം കിട്ടണം, ആരും ദാരിദ്ര്യത്തിൽ കഴിയരുത്, ഒരു കുഞ്ഞു പോലും പട്ടിണി കിടക്കരുത്, ലോകത്തിലെങ്ങും യുദ്ധം ഉണ്ടാകാൻ പാടില്ല. അത് സാൻസാക്കീസ് കേട്ട് കൂട്ടുകാരനുമായിട്ട് വെളിയിലിറങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ രൗദ്രമായി ആ സന്യാസി വര്യനോട് സംസാരിച്ചു പോയി. പക്ഷേ അദ്ദേഹം പറഞ്ഞതാണ് ശരി. യേശു ക്രിസ്തു കാർക്കശ്യത്തിൽ സംസാരിക്കുന്നത് ബൈബിളിൽ നമ്മൾ വായിക്കുന്നു. യേശു ക്രിസ്തു ചുറ്റും നോക്കി ഫലസിക്കുന്നതായി കാണുന്നു, ശാസ്ത്രിമാരെ ഫലസിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള പല ഭാവങ്ങളുണ്ട്. സ്നേഹത്തിൽ ഇടപെടുന്നത് കൊണ്ട് നമ്മൾ, അതിപ്പോൾ ശരിയല്ലായിരിക്കും, അദ്ദേഹത്തിൻ്റെ എഴുത്തിലാണ്. നമ്മൾ ചിരിക്കുന്ന ഒരു ക്രൈസ്റ്റിനെ ബൈബിളിൽ കാണുന്നില്ലല്ലോ. നമ്മുടെ ECCയിലൊക്കെ ലാഫിങ് ക്രൈസ്റ്റിൻ്റെ പടമുണ്ട്, അതിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നമുക്ക് യേശുവിനെ കുരിശിൽ നിന്ന് താഴെ ഇറക്കാം, നമുക്ക് യേശുവിനെ ചിരിപ്പിക്കാം. മാർത്തോമാ സഭയെ ലോകത്തിലാക്കിയിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ കുരിശിൽ നിന്ന് താഴെ ഇറക്കാനാണ്, യേശുവിനെ ചിരിപ്പിക്കാനാണ്. അത് ഉപ്പാപ്പൻ കളിയല്ല, ജീവൻ മുഴുവനും കൊടുക്കേണ്ടുന്ന വഴിയാണ്. ദൈവമേ, നീ നടന്നതുപോലെ നടക്കുവാൻ, നീ സംസാരിച്ചതുപോലെ സംസാരിക്കുവാൻ. അവസാനമായി 2ാമത് വായിച്ച വാചകം ഒന്നുകൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കും. അത് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 29-ാമത്തെ വാക്കാണ്. കേൾക്കുന്നവർ കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. നമ്മുടെ വാ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വിശുദ്ധവായാണ്. വിശുദ്ധിയിൽ കാക്കാം, യേശുവിൻ്റെ വഴിയെ സഞ്ചരിക്കാം. സർവശക്തനായ ദൈവം അതിന് നമ്മളെ സഹായിക്കട്ടെ. ഞാനിന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ വിഴുങ്ങണ്ട, എങ്കിൽ വീട്ടിൽ പോയി ഒന്ന് ആലോചിക്കുക. ഭാര്യയും ഭർത്താവും മക്കളും ആലോചിച്ച് നമ്മളിൽ ചില കറക്ഷൻ, നമുക്ക് ചില സന്തോഷങ്ങളുണ്ടാകട്ടെ. യേശുവിനെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് സന്തോഷിപ്പിക്കാം. ആ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരാം. ദൈവം നമ്മെയും നമ്മിലൂടെ സഭയെയും സഭയിലൂടെ ലോകത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.